ഹായ് ഫ്രണ്ട്സ്, മണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടാണ്. അപ്പോൾ ഏകദേശം ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, പെറ്റൂണിയയുടെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഒട്ടുമിക്ക വീടുകളിലും അല്ലെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് എന്ത് പെറ്റൂണിയ. കാരണം വെയിൽ സമയമായി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഇതിങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട്. പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു തണ്ട് കുഴിച്ചിട്ടാൽ തന്നെ നമുക്കതിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാക്കാം. പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പ്ലാന്റാണ്, കാരണം വളരെ സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ പിടിച്ച് കിട്ടുക എന്നുള്ളത് ചില വെറൈറ്റീസൊക്കെ നാടൻ വെറൈറ്റീസൊക്കെ പെട്ടെന്ന് കിട്ടും. ചില വെറൈറ്റീസ് നമ്മളിപ്പോൾ ഒരു 10-20 പ്ലാന്റൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ 3-4 പിടിക്കുള്ളൂ. പക്ഷെ അത് പിടിച്ച് അത് ഫ്ലവർ ഉണ്ടായി വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് അത്രയും പെറ്റൂണിയനെ പറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം അത് എത്രത്തോളമാണ് അതിൻ്റെ ഭംഗി എന്നുള്ളത്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 4-5 കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇത് മാത്രം എടുത്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വെറൈറ്റിയാണ്. ബ്ലൂബെറി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ നിങ്ങളൊന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു കളർ കാട്ടിയത്. ഇതിൻ്റെ വേറെ കളേഴ്സ് ഞാൻ കാട്ടിത്തരാം. ഇത് ഞാൻ മറ്റേ വെർട്ടിക്കൽ പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇത് നാടൻ പെറ്റൂണിയയുടെ വൈറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. വൈറ്റ് ഇതിങ്ങനെ കൊലകുത്തി ഉണ്ടായി നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതിലിതേ ബ്ലൂ കളറുണ്ട്. ബ്ലൂവും നമുക്ക് നേരിട്ട് കാണാൻ ഫോട്ടോയിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല രസമാണ്. ഇതിങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ കൂടെ നല്ല ബ്ലൂ കളറിന് ഉദിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇത് ഡബിൾ ഷെയ്ഡ്, ഇത് നമ്മുടെ നാടൻ നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് റെഡാണ്. റെഡ് നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു 2 വീക്ക് മുന്നേ വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ പ്ലാന്റ് അവൈലബിൾ ആയിരുന്നു. കുറച്ച് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയ്ക്ക് വലിയ പ്ലാന്റ് ആയിരുന്നില്ല. നമ്മൾ അറക്കിയ ടൈമിലുള്ള പ്ലാന്റ് ആയിരുന്നു. ഫ്ലവർ ഉള്ള പ്ലാന്റിനാണ് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ തന്നെ കുറച്ച് നല്ല വലുപ്പമായിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങൾ ആരെങ്കിലും ഡയറക്റ്റ് വന്ന് മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ഞാൻ പറഞ്ഞ അത്രയും സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റാണ്. നമുക്കിത് പിടിച്ച് കിട്ടുക എന്നുള്ളത് വളരെ എന്താ പറയുക, ഞാൻ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കണില്ല കേട്ടോ. കാരണം ഒത്തിരി പേരയിൽ ഈ വെറൈറ്റി ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു തണ്ട് കിട്ടിയാൽ മതി, അതിൽ നിന്ന് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ റെഡ് കളർ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ റേറ്റ് വരുന്നത് 90 ആണ്, 90 രൂപയാണ് റെഡിന് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂവിന് വരുന്നത് 70 രൂപയാണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ നമുക്ക് സിംഗിൾ പീസോട്ട് അയക്കാൻ പറ്റില്ല. ബൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തൈകൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഈ 3 കളറിൻ്റെ നമ്മുടെ തൈ അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. വൈറ്റിന് റേറ്റ് വരുന്നത് 70 ആണ്, 70 രൂപ. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ഒത്തിരി ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു. ഈ ഒരു റേറ്റ് നമ്മൾ 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു ഡബിൾ ഷെയ്ഡ് മിക്സഡ് വരുന്നത് 50 രൂപ. ഈ നാടൻ വെറൈറ്റീസ് എല്ലാം 70-90 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ യെല്ലോ അവൈലബിൾ ആണ്. യെല്ലോ നമ്മൾ ലാസ്റ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഹാങ്ങിങ് പോട്ടാണ് വരുന്നത്. യെല്ലോയും ഉണ്ട്. അപ്പോൾ യെല്ലോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്ലവറിലില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. യെല്ലോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വെറൈറ്റി, അതായത് ബ്ലൂബെറി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് കണ്ട ഇങ്ങനൊരു ഹാങ്ങിങ് പോട്ടിലാണ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി ലീഫൊക്കെ ആയിട്ട് ഒരു പോട്ട് ഫുള്ളായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് സുഖമായിട്ട് നല്ല പ്ലാന്റ് നോക്കി സെലക്ട് ചെയ്യാം. കണ്ട എല്ലാത്തിലും മുട്ട് വന്നിട്ടുണ്ട്, ചിലത് എല്ലാത്തിലും ഫ്ലവർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നൈറ്റാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഏകദേശം ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ കണ്ട ഒന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട ഫുള്ള് ബഡ് വരുന്ന പ്ലാന്റാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്ലാന്റ് മതി നമുക്ക് നമ്മുടെ മുറ്റത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം അതിൻ്റെ ഭംഗി എന്നുള്ളതാണ്. അത്രയ്ക്ക് ഭംഗിയാണ്.
ബ്ലൂബെറി കണ്ടു, നല്ല ഡാർക്ക് ബ്ലൂ ആണ്. അതുപോലെ ഇതിനെ ബ്ലാക്ക് എന്ന് പറയുന്നത് കേട്ടോ, ചില വീഡിയോസിൽ ഞാൻ ബ്ലാക്ക് എന്ന് പറഞ്ഞു കണ്ടു. നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 250 ആണ്, 250. പിന്നെ അധികം പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതനുസരിച്ച് ഞാൻ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. എല്ലാ പ്ലാന്റ്സും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. കൊറിയർ അയക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നേരിട്ട് വരുന്നവർക്കായിരിക്കും കൂടുതൽ നമുക്കതായത് നോക്കിയെടുത്ത് നല്ല പ്ലാന്റ് നോക്കിയെടുക്കാം. പെറ്റൂണി ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അയക്കും. നിങ്ങൾക്ക് എത്ര ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതനുസരിച്ച് എന്നോട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.